തിരികെ വാർത്തകളിലേക്ക്. MK മുനീറിന്റെ ബാധ്യതകൾ ലീഗ് നേതൃത്വം അടച്ചു തീർത്തു. കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിലെ 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർത്തത്. അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് നഗരത്തിലുള്ള വസതിക്കായിരുന്നു നേരത്തെ ജപ്തി ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പ് വന്നത്. ബാങ്കിൽ നിന്ന് 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർക്കാനുണ്ടായിരുന്നത്. അതിപ്പോൾ ലീഗ് അത് ഏറ്റെടുത്ത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് ഏറ്റെടുത്ത് ആ പണം പൂർണ്ണമായും അടച്ചു തീർത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുകയാണ്. അസ്ലം, ഒരുപക്ഷെ MK മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാം. അതിനോടപ്പുറത്ത് അദ്ദേഹത്തിന് വളരെ വൈകാരികമായി അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആ വീട് അത് ബാങ്കിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് പാർട്ടി ഇപ്പോൾ ഒരു സഹായമായി, ഒരു ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ പണം പൂർണ്ണമായി അടച്ചു തീർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ രേഖകൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് കൈമാറുമായിരിക്കുമല്ലേ? തീർച്ചയായും ജപ്തി ഭീഷണിയിൽ നിന്നും MK മുനീറും അദ്ദേഹത്തിന്റെ വസതിയും അതിന്റെ ആ ഒരു ജപ്തി ഭീഷണിയിൽ നിന്നും മാറി ഒഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 58 ലക്ഷം രൂപയോളം വായ്പയുടെ കുടിശ്ശികയായിരുന്നു ക്രസന്റ് എന്ന് പറയുന്ന നടക്കാവിലെ അദ്ദേഹത്തിന്റെ വീട്. CH നിർമ്മിച്ച വീടാണ്. അതിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. അത് കുറെ അടച്ചെങ്കിൽ പോലും അത് പിന്നീട് കുടിശ്ശികയായി. 58 ലക്ഷം രൂപ കുടിശ്ശികയായി തുടർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന പദ്ധതിയിലേക്ക് 48 ലക്ഷം രൂപ എന്നതാക്കി. അതും അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ മാസം 30-നകം 48 ലക്ഷം രൂപ, പിന്നെ 49 ലക്ഷം രൂപ മൊത്തത്തിൽ വരുമ്പോൾ അത് അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നുള്ള നോട്ടീസ് അയച്ചത്. ഇത് വാർത്തയായതിനെ തുടർന്ന് വലിയ തോതിൽ ചർച്ചയായി. തുടർന്നാണ് പാർട്ടി നേതൃത്വം ഇടപെട്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി MK മുനീറിനെ വിളിക്കുകയും ആ വിഷയത്തിൽ ഞങ്ങൾ പരിഹരിക്കാം, പാർട്ടിയെ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ തുക 48 ലക്ഷം രൂപയിൽ ചില്ലറ 49 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലേക്ക് പൂർണ്ണമായി പിന്നെ എഴുതി അല്ലെങ്കിൽ ക്ലോസ് ആക്കുകയും ചെയ്തു, അടച്ചു തീർക്കുകയും ചെയ്തു. ഇനി എന്തായാലും MK മുനീറിനോ അദ്ദേഹത്തിൻ്റെ വീടിനോ ഈ ജപ്തി ഭീഷണി ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പാർട്ടി നേതൃത്വം അടിയന്തരമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു MLA-യും മന്ത്രിയും ഒക്കെ ആയി നിരവധി നാൾ ജീവിച്ച ആളാണ് അദ്ദേഹം. അതേസമയം തന്നെ സാമ്പത്തികമായ ബാധ്യത അദ്ദേഹത്തിന് വലിയ തോതിൽ പ്രശ്നമായിരുന്നു. ഈ ഒരു വായ്പ അടയ്ക്കാൻ കഴിയുന്നതിനുള്ള സാമ്പത്തിക അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വായ്പാ കുടിശ്ശികയിലേക്കും സാമ്പത്തിക ബാധ്യതയിലേക്കും MK മുനീർ എത്തിച്ചേർന്നിരുന്നത്. നിരവധി ആൾക്കാർ അദ്ദേഹത്തിനെ ബന്ധപ്പെടുകയും ഈ വാർത്ത വന്നതിന് പിന്നാലെ ബന്ധപ്പെടുകയും പണം അടയ്ക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. അതേസമയം തന്നെ വ്യക്തികളിൽ നിന്നൊരു വാഗ്ദാനം അദ്ദേഹം സ്വീകരിച്ചില്ല. വ്യക്തികളിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ടതില്ല എന്നാണ് തന്റെ നിലപാടെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് പാർട്ടി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും പാർട്ടി ഈ വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഒരു 24 മണിക്കൂറിനകം തന്നെ ആ പണം പൂർണ്ണമായി തന്നെ അടയ്ക്കുകയും ചെയ്തു. നമ്മൾ കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജർ മുഹമ്മദ് അസ്ലമുമായുള്ള ബന്ധത്തിൽ നേരിയ തടസ്സം നേരിടുകയാണ്. പക്ഷേ അസ്ലം പറഞ്ഞതനുസരിച്ച് അവിടെ ബാങ്കിൽ ആ പണം പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ MK മുനീറിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടി.